Access with Speech. Access with Speech. A self-learning series for visually challenged. ഈ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ. ആക്സസ് വിത്ത് സ്പീച്ചിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ആൻഡ്രോയിഡ് ലോഞ്ചർ ഭാഗം 1-ൽ ലോഞ്ചറുകൾ എന്നാൽ എന്താണെന്നും അവ എത്ര തരത്തിലുണ്ടെന്നും ഒരു ലോഞ്ചറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതെല്ലാമാണെന്നും ഈ ഭാഗങ്ങളിലൂടെ ടോക്ക്ബാക്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്യേണ്ടതെന്നും നാം കണ്ടു കഴിഞ്ഞു. ഇന്ന് നാം ലോഞ്ചറിൽ നമുക്ക് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നോക്കുന്നത്. ആദ്യമായി നാം എങ്ങനെയാണ് ഹോം സ്ക്രീനിലേക്ക് ഐക്കണുകൾ അഥവാ ഷോർട്ട് കട്ടുകൾ ആഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. സാധാരണ നിങ്ങൾ പുതിയ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവയുടെ ഐക്കൺ അഥവാ ഷോർട്ട് കട്ട്സ് നിങ്ങളുടെ ആപ്പ് ഡ്രോറിലേക്കാണ് ആഡ് ചെയ്യപ്പെടാറ്. ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യുന്ന സാഹചര്യങ്ങൾ വളരെ വിരളമാണ്. എന്നാൽ ചില മോഡൽ മൊബൈലുകളിൽ ഡയറക്റ്റായി ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നതും കാണാറുണ്ട്. എന്നാൽ നാം ആപ്പ് ഡ്രോർ ഉള്ള മൊബൈലുകളിൽ സാധാരണയായി ഇത് ആപ്പ് ഡ്രോറിലേക്കാണ് ആഡ് ചെയ്യപ്പെടാറ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ആപ്പ് ഡ്രോർ അല്ലെങ്കിൽ ആപ്പ് ലിസ്റ്റിൽ നിന്നും ഒരു ആപ്ലിക്കേഷനെ ഹോം സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. ഞാൻ എൻ്റെ ഹോം സ്ക്രീനിൻ്റെ ലാസ്റ്റ് പേജിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് പേജിൽ ഞാൻ എത്തി. ഇവിടെ ഞാൻ ആപ്പ് ലിസ്റ്റ് എടുക്കുകയാണ്. ആപ്സ് ലിസ്റ്റ്. എനിക്ക് ഫയൽസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ഷോർട്ട് കട്ടാണ് അല്ലെങ്കിൽ ഐക്കണാണ് എന്ത് ചെയ്യേണ്ടത്, ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ലെഫ്റ്റ് ടു റൈറ്റ് ഉപയോഗിച്ച് ഞാൻ സ്വൈപ്പ് ചെയ്ത് ഫയൽസ് എന്ന ആപ്ലിക്കേഷൻ കണ്ടെത്തുന്നു. ഫയൽസ് എന്ന ആപ്ലിക്കേഷൻ കിട്ടി. ഇവിടെ ഞാൻ ലോക്കൽ കോണ്ടെക്സ്റ്റ് മെനു സ്വൈപ്പ് അപ്പ് ദെൻ റൈറ്റ് യൂസ് ചെയ്യുകയാണ്. ഫയൽസ് എന്ന ഐക്കോണിൽ ഞാൻ എൻ്റെ ഫോക്കസ് വെച്ചതിന് ശേഷം ലോക്കൽ കോണ്ടെക്സ്റ്റ് മെനു എടുക്കുകയാണ്. സ്വൈപ്പ് അപ്പ് ദെൻ റൈറ്റ് എന്ന ജെസ്റ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ലോക്കൽ കോണ്ടെക്സ്റ്റ് മെനുവിൽ നിന്നും ആക്ഷൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ആക്ഷൻസിൽ നിന്നും add to home screen. Item added to home screen. Quick step. SCR license. എത്ര എളുപ്പമാണ്. നമ്മുടെ ഫയൽസ് എന്നതിൻ്റെ ഷോർട്ട് കട്ട് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് ആഡ് ആയി കഴിഞ്ഞു. നമുക്കൊന്ന് നോക്കാം. Overlay recordings button. SCR license. Messages. Files. ഫയൽസ് ഏറ്റവും മുകളിൽ ലെഫ്റ്റ് കോർണറിൽ ഉള്ള കോളത്തിലേക്കാണ് എന്ത് ഫയൽസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആഡ് ആയത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് നമുക്ക് ഡോക്ക് ഏരിയയിൽ സൂക്ഷിച്ച് വെക്കാം. അങ്ങനെ സൂക്ഷിച്ചാൽ ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത് എന്താണ്, എല്ലാ സ്ക്രീനിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ഹോം സ്ക്രീനിൽ നിന്നാലും നമുക്ക് ഫയൽസ് അല്ലെങ്കിൽ എൻ്റെ ഫയൽ മാനേജർ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എൻ്റെ എൻ്റെ ഡോക്ക് ഏരിയയിൽ അല്ലെങ്കിൽ ഫേവറേറ്റ് ഏരിയയിൽ ഏതെല്ലാം ഐക്കോണാണ് ഉള്ളതെന്ന് വെറുതെ ഞാനൊന്ന് പരിശോധിച്ച് നോക്കുകയാണ്. ആദ്യം ഫോൺ, മെസ്സേജസ്, പിന്നെ ഒരു ബ്ലാങ്ക് ഏരിയ, ചെറിയൊരു സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും മെസ്സേജസിന് ശേഷം, ക്രോം, ക്യാമറ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ഫോൺ, then messages, then blank space, then Chrome, then camera.
ആ ബ്ലാങ്ക് സ്പേസിലേക്ക് എനിക്ക് എന്ത് ചെയ്യണം, ഞാനിപ്പോൾ പുതിയതായി ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്ത ഫയൽസ് എന്ന ആപ്ലിക്കേഷൻ്റെ ഐക്കോണിനെ മാറ്റണം. അതായത് എൻ്റെ ഡോക്ക് ഏരിയയിലേക്ക് മാറ്റണം. അതിനെന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഞാൻ ഫയൽസ് എന്ന ഷോർട്ട് കട്ട് ഫോക്കസ് ചെയ്യണം. ഫയൽസ് എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മുകളിലുള്ള ഫയൽസ് എന്ന് നിങ്ങൾക്ക് ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്തോ അതോ എക്സ്പ്ലോർ ബൈ ടച്ച് ഉപയോഗിച്ച് നേരിട്ട് ആ ഐക്കോണിൽ ടച്ച് ചെയ്തോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോക്കസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഐക്കണിനെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും സെയിം ജസ്റ്ററാണ്, ലോക്കൽ കോണ്ടെക്സ്റ്റ് മെനു, സ്വൈപ്പ് അപ്പ് ദെൻ റൈറ്റ്. അതിൽ നിന്നും ആക്ഷൻസിൽ നിന്നും മൂവ് ഐറ്റം, ഞാൻ എൻ്റെ ഡോക്ക് ഏരിയയിൽ എൻ്റെ ഫിംഗർ മൂവ് ചെയ്യുകയാണ്. ക്രിയേറ്റ് ഫോൾഡർ വിത്ത് ഫോൺ, ക്രിയേറ്റ് ഫോൾഡർ വിത്ത് മെസ്സേജസ്, move to favorite position 3, create folder with Chrome, create folder with Chrome, create folder with camera, create folder with camera. എനിക്ക് എവിടെയാണ് വേണ്ടത്? എൻ്റെ ഫേവറേറ്റ് പൊസിഷൻ 3യിലാണ് വേണ്ടത്. പക്ഷേ അതേസമയം നമുക്ക് നമ്മുടെ ഹോം സ്ക്രീനിൽ വെറുതെ ഒന്ന് മുകളിൽ നിന്ന് താഴത്തോട്ട് വിരലൊന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം. Move to row 1 column 3, move to row 1 column 5, move to row 2 column, move to row 5 column 3, move to row 5 column 5, move to row 5 column 4, move to row 6 column 4. എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? നമ്മൾ ഒരു പ്രാവശ്യം മൂവ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോം സ്ക്രീൻ നിരവധി റോസും കോളംസുമായി വിഭജിക്കപ്പെടുന്നു. നിങ്ങൾക്ക് ഏത് റോയിലോ ഏത് കോളത്തിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫിംഗർ ഫോക്കസ് ചെയ്തതിന് ശേഷം ഡബിൾ ടാപ്പ് ചെയ്താൽ ആ കോളത്തിലേക്ക് നിങ്ങളുടെ ഐക്കോൺ മാറുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് മാറ്റേണ്ടത് എങ്ങോട്ടാണ്? എൻ്റെ ഡോക്ക് ഏരിയയിലെ 3rd പൊസിഷനിലേക്കാണ്, അല്ലെങ്കിൽ ഫേവറേറ്റ് ഏരിയയിലെ 3rd പൊസിഷനിലേക്ക്. ഞാൻ അതുകൊണ്ട് ഫോൺ കണ്ടെത്തുകയാണ്. ഫോൺ, ക്രിയേറ്റ് ഫോൾഡർ വിത്ത് മെസ്സേജസ്, മൂവ് ടു ഫേവറേറ്റ് പൊസിഷൻ 3. ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്താൽ എന്ത് പറ്റും? എൻ്റെ ഫയൽസ് എന്ന് പറയുന്ന ഐക്കൺ ഇവിടേക്ക് മാറ്റപ്പെടും. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ മെസ്സേജസിലും ഫോണിലും അതുപോലെ തന്നെ ക്രോമിലും കൂടാതെ നമ്മുടെ ക്യാമറയിലും എല്ലാം ഫോക്കസ് ചെയ്തപ്പോൾ എങ്ങനെ വായിച്ചത്? ക്രിയേറ്റ് ഫോൾഡർ വിത്ത് ക്യാമറ എന്ന് പറയാനുള്ള കാരണം എന്താണ്? നമ്മൾ ഒരേ കോളത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഹോം സ്ക്രീൻ ഒരു മൂവ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? റോസ് ആൻഡ് കോളംസ് ആയിട്ട് വിഭജിക്കപ്പെടുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു കോളത്തിൽ ഒരു ഐറ്റം ഓൾറെഡി പ്ലേസ്ഡ് ആണെങ്കിൽ അവിടേക്ക് നമ്മൾ രണ്ടാമതൊരു ഐറ്റം ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ 2 ഐക്കൺസും ഒരു പുതിയ അൺനെയിംഡ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനുള്ളിലേക്ക് മാറ്റപ്പെടുന്നതായിരിക്കും ബൈ ഡിഫോൾട്ടായിട്ട്. പക്ഷേ എനിക്കിപ്പോൾ എന്താണ് വേണ്ടത്? ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയല്ല വേണ്ടത്. എനിക്ക് എന്ത് ചെയ്യണം? എൻ്റെ ഫേവറേറ്റ് പൊസിഷൻ 3ഡിലേക്ക് ഇതിനെ മാറ്റണം. എൻ്റെ ഫോക്കസ് ഫേവറേറ്റ് പൊസിഷൻ 3ൽ വന്നു. ഞാൻ ഡബിൾ ടാപ്പ് ചെയ്യുന്നു. ഐറ്റം മൂവ് എന്നുള്ള അനൗൺസ്മെൻറ്റ് എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഞാൻ എൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്കൊരു കാര്യം കൂടി ചെക്ക് ചെയ്യാനുണ്ട്. നമ്മൾ ഡോക്ക് ഏരിയയിലേക്ക് മാറ്റിയ ഫയൽസ് 3 സ്ക്രീനിലും വന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കണ്ടേ? Google search. Home screen 3 of 3. ഹോം സ്ക്രീൻ 3ൽ വന്നു. Phone. Messages. Files. ഫയൽസ് ഉണ്ട്. Home screen 2 of 3. ഹോം സ്ക്രീൻ 2ൽ വന്നു. Phone. Messages. Files. ഫയൽസ് ഉണ്ട്. Home screen 1 of 3. Phone. Messages. Files. 3 സ്ക്രീനിലും എൻ്റെ ഡോക്ക് ഏരിയയിൽ മൂന്നാമത്തെ ഐറ്റമായിട്ട് ഞാൻ ഫയൽസ് ആഡ് ചെയ്ത് കൃത്യമായിട്ട് അവിടെയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഹോം സ്ക്രീനിൽ നിന്ന് വിരലോടിച്ച് നോക്കൂ. നിങ്ങൾക്ക് റോസ് ആൻഡ് കോളംസ് എന്നത് അനൗൺസ് ചെയ്യുന്നു. കേട്ടാ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു പുതിയ ഐക്കൺ അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട്
ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യുകയും അതിനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്യുകയും ചെയ്യുന്നത്. ഇനി എൻ്റെ സെക്കൻഡ് സ്ക്രീനിൽ കുറേ ഐക്കോൺസ് ഉണ്ട്. ഞാൻ സെക്കൻഡ് സ്ക്രീനിലേക്ക് പോവുകയാണ്. Home screen 2 of 3. ഹോം സ്ക്രീൻ 2 of 3. ലെഫ്റ്റ് ടു റൈറ്റ് ഞാൻ ഡബിൾ ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് ലോങ് സ്വൈപ്പാണ് ചെയ്തത്. ഇവിടെ നിന്ന് എനിക്ക് ഒന്നോ രണ്ടോ ഐക്കൺസ് എൻ്റെ തേർഡ് സ്ക്രീനിലേക്ക് മാറ്റണം. അതിനെന്താണ് നാം ചെയ്യുക? ആവശ്യമുള്ള ഐക്കൺ സെലക്ട് ചെയ്യുക. My BSNL tunes. Overlay recordings. ലെഫ്റ്റ് ടു റൈറ്റോ My BSNL Messenger. എക്സ്പ്ലോർ ബൈ ഡെസ്ക്ടോപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഐക്കണിലെ ഫോക്കസ് ചെയ്യാം. Messenger has one notification. My BSNL modem. Money. My BSNL finance. Yono Light SBI. Overlay exit. Messenger has one call recorder. Keep note. File manager plus. Brilliantry. My BSNL tunes. ഞാൻ മൈ BSNL tunes വീണ്ടും ലോക്കൽ കോണ്ടെക്സ്റ്റ് മെനു എടുക്കേണ്ടതുണ്ട്. സ്വൈപ്പ് അപ്പ് ദെൻ റൈറ്റ്. Actions menu. Actions menu. $1 remove. Uninstall. Move item. മൂവ് ഐറ്റം ആണ് നാം അവിടെ നിന്ന് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഐക്കൺ ഡിലീറ്റ് ആയി പോകുന്നു. അതുപോലെ തന്നെ മൂവ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യുന്നു, അടുത്ത പേജിലേക്കോ അടുത്ത ഫേവറേറ്റ് പൊസിഷനിലേക്കോ മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നു. അൺഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആയി തീരുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. Quick step. Create folder with blind people games naked ladders. ഇനി എനിക്ക് എന്ത് ചെയ്യണം? എൻ്റെ മൂന്നാമത്തെ സ്ക്രീനിലേക്ക് പോകണം. അതിന് സാധാരണ പോലെ തന്നെ നമ്മൾ ഡബിൾ ഫിംഗർ ഉപയോഗിച്ച് സ്വൈപ്പ് ചെയ്ത് മൂന്നാമത്തെ സ്ക്രീനിലെത്തുക. Move to row 6 column 1. മൂന്നാമത്തെ ഇതിലെത്തി. Create folder with cam. Create folder with Chrome. Move to row 6 column 5. Create folder with move to row 6 column 5. ഞാൻ എൻ്റെ 6th റോയിലെ കോളം 5ലേക്ക് ഞാൻ row 6 column 1. Move to row 6 column 5. Move to row 6 column 5. റോ 6 കോളം 5ലേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ് ഐക്കണിനെ BSNL tunes. ഡബിൾ ടാപ്പ് ചെയ്യുന്നു. Home screen 3 of my BSNL tunes. എന്ത് ചെയ്തു? BSNL tunes ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി ഞാൻ ഇപ്പോഴത്തെ മറ്റൊരു ഐക്കോൺസും കൂടി സെലക്ട് ചെയ്യണം ഇപ്പോഴത്തെ ഹോം സ്ക്രീനിൽ നിന്ന്. Echo. Mitron. Echo. Accessible Mitron. Mitron. Yono Light SBI. Messenger has one notification. Yono Light SBI. Accessible Fun. Mitron. Keep notes. Mitron ആണ് ഞാൻ അവിടുന്ന് സെലക്ട് ചെയ്യുന്നത്. സ്വൈപ്പ് അപ്പ് ദെൻ റൈറ്റ്. Actions menu. $1 move item. Quick step. വീണ്ടും ഞാൻ എൻ്റെ മൂന്നാമത്തെ സ്ക്രീനിലേക്ക് പോകുന്നു. Create folder with kite. അല്ല, എനിക്ക് മിട്രോൺ ആയിട്ട് ഒരു പുതിയ ഫോൾഡർ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ മൈ BSNL tunesമായിട്ട് ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വന്നു. അവിടെ ഡബിൾ ടാപ്പ് ചെയ്തു. Folder created എന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ആ പൊസിഷനിൽ ഞാൻ എൻ്റെ വിരൽ വെച്ച് നോക്കുകയാണ്. ഫോൾഡർ കോളിൻ, അതായത് അൺനെയിംഡ് ആയിട്ടുള്ള ഒരു ഫോൾഡറാണ് അവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് നെയിം ചെയ്യണം. നെയിം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഫോൾഡർ തുറക്കുക. എഡിറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. എഡിറ്റ് ബോക്സിൽ ഡബിൾ ടാപ്പ് ചെയ്യുന്നു. Quick step. Capital F. Fox. A. Holmes. C. Charlie. V. C. C. Delete. C. Delete. C. V. V. Back. Quick step. Favorite എന്ന് മാത്രം കൊടുക്കുകയാണ്. Mitron. Fav. My BSNL. Back. Folder closed. ഞാൻ ഇത് ബാക്ക് അടിച്ചു. ഫോൾഡർ ക്ലോസ് ചെയ്തു. ഇനി ഞാൻ ആ ഫോൾഡറിൻ്റെ അല്ലെങ്കിൽ ഐക്കണിൻ്റെ സ്ഥാനത്തേക്ക് ഞാൻ എൻ്റെ വിരലൊന്ന് ടച്ച് ചെയ്ത് നോക്കുകയാണ്. കേട്ടാ, ഫോൾഡർ കോളൻ ഫാൻ. ഇനി നമുക്ക് ഇതുപോലത്തെ മറ്റൊരു ഫോൾഡർ എൻ്റെ ഹോം സ്ക്രീൻ 1-ലുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഫോൾഡർ കോളൻ ഗൂഗിൾ. നിങ്ങൾക്ക് ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്തോ അതല്ല എക്സ്പ്ലോർ റൈറ്റ് ടച്ച് മെത്തേഡ് ഉപയോഗിച്ചോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൾഡർ സെലക്ട് ചെയ്യാം. ഈ ഫോൾഡർ നമുക്ക് തുറന്നു നോക്കാം. ഡബിൾ ടാപ്പ്
ഗൂഗിൾ എന്ന് പറയുന്നതാണ് ഫോൾഡറിന്റെ പേര്. ഇതിനകത്ത് ഗൂഗിളുമായി റിലേറ്റ് ചെയ്ത അപ്ലിക്കേഷൻസ് എല്ലാം ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ്. Google, Maps, Calendar, YouTube, Gmail, Drive, Play Store, Google. കേട്ടോ, ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഹോം സ്ക്രീനിലും നിങ്ങൾക്ക് പുതിയ ഫോൾഡറുകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐക്കൺസിനെ നിങ്ങളുടെ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു, പുതിയതായി മൂന്നാമത്തെ സ്ക്രീനിൽ ഉണ്ടാക്കിയ ഫോൾഡറിലേക്ക് പോവുകയാണ്. Home screen 2 of 3. Home screen 3 of 3. Folder colon fav. ഫോൾഡർ കോളൻ ഫാബ്. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഈ ഫോൾഡറിലുള്ളക്ക് മറ്റൊരു ഐക്കോൺ, ഏതെങ്കിലും ഒരു ഐക്കോൺ ഈ ഫോൾഡറിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ മതി, ഞാൻ ഏത് ഐക്കോണാണ് ആഡ് ചെയ്യേണ്ടത് അതിന് സെലക്ട് ചെയ്യുക. കാഴ്ച എന്ന് പറയുന്ന ഒരു ഐക്കോൺ ഞാൻ സെലക്ട് ചെയ്തു. ലോക്കൽ കോണ്ടെക്സ്റ്റ് മെനു മൂവ് എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഫാബ് എന്ന് പറയുന്ന ഫോൾഡറിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതിയോ. Actions menu. %1 to move item. Quick step. Add to folder colon fav. Item added to folder. Home screen 3 of 3. Home screen 3 of 3. ഇനി നമുക്ക് ആ ഫേവറേറ്റ് ഒന്ന് തുറന്നു നോക്കാം. Folder colon fav. Folder colon fav. Fav. Edit box. My BS Midron. Case job has 2 notifications. എന്ത് വന്നു, ആ 3 ആപ്ലിക്കേഷൻസിന്റെ ഫേവ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് വന്നു കഴിഞ്ഞു. Folder closed. ഹോം സ്ക്രീനിലേക്ക് phone files. ഫയൽസ് എന്ന് പറയുന്ന ഡോക്ക് ഏരിയയിലുണ്ട്. Folder colon fav. ഫാവ് അവിടെ ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫോൾഡർ നമുക്കൊന്ന് വേണ്ട എന്ന് വെക്കണം. നമുക്ക് ഐക്കോൺസ് എല്ലാം ഓപ്പൺ ആയിട്ട് നമ്മുടെ സ്ക്രീനിൽ തന്നെ മതി. നമുക്ക് ഈ ഫോൾഡർ വേണ്ട എന്ന് വെക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഫോൾഡർ തുറന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ഐക്കൺ സെലക്ട് ചെയ്യുക, ലോക്കൽ കോണ്ടെക്സ്റ്റ് മെനു എടുക്കുക, ആക്ഷൻസ് മെനു എടുക്കുക, മൂവ് ടു ഹോം സ്ക്രീൻ കൊടുക്കുക. Folder closed. Quick step. Folder colon fav. എന്ത് ചെയ്തു, ഫോൾഡർ ഫാവ് അവിടെ ഉണ്ട്. പക്ഷേ laser overlay exit but overlay settings button start button midron എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ സെലക്ട് ചെയ്തത്. എന്ത് ചെയ്തു, എൻ്റെ ഹോം സ്ക്രീനിൽ ഏറ്റവും മുകളിൽ ആദ്യത്തെ കോളത്തിൽ, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് എന്ത് ചെയ്തു, ആ മിട്രോൺ എന്ന് പറയുന്ന ഐക്കോൺ തിരിച്ചെൻ്റെ ഹോം സ്ക്രീനിലേക്ക് ഞാൻ മാറ്റി. ഇനി ഞാൻ എന്ത് ചെയ്തു, ഫേവറേറ്റ് ഫോൾഡർ വീണ്ടും തുറക്കുകയാണ്. ഇതിലിപ്പോൾ 2 ഐറ്റംസ് ആണ്. മൈ BSNL ടൂണും കാഴ്ചയുമാണുള്ളത്. അപ്പോൾ ഞാൻ ഈ കാഴ്ച വീണ്ടും ഞാൻ എൻ്റെ ഹോം സ്ക്രീനിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ഓട്ടോമാറ്റിക്കലി ഈ ഫോൾഡർ ഡിലീറ്റ് ആയി പോവുകയും എന്ത് ചെയ്യുന്നു, BSNL ടൂണും കാഴ്ചയും 2 വ്യത്യസ്ത ഐക്കണുകളായിട്ട് എൻ്റെ ഹോം സ്ക്രീൻ 3യിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും. ഞാൻ സ്വൈപ്പ് അപ്പ് ദെൻ റൈറ്റ് ചെയ്യുകയാണ്. ആക്ഷൻസ് മെനു എടുക്കുന്നു. മൂവ് ടു ഹോം സ്ക്രീൻ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. Folder closed. Quick step. My BSNL tunes. Camera. My BSNL tunes. Case job has 2 note of midron. Case job has 2 note my BSNL tunes. മൂന്നും എന്ത് ചെയ്തു, ഇവിടെ കൃത്യമായിട്ട് ഐക്കോൺസ് ആയിട്ട് വന്നു. എൻ്റെ ഫോൾഡർ എന്ത് ചെയ്തു, ഫോൾഡർ ക്ലോസ് ആയി പോവുകയും ചെയ്തു. ആ ഫോൾഡർ ഇപ്പോൾ ഇവിടെ ഇല്ല. ആൻഡ്രോയിഡ് ലോഞ്ചർ ഭാഗം 2 ഇവിടെ പൂർണ്ണമാകുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.